അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള BGMകൾ, അദ്ദേഹം ഒരുപാട് നല്ല BGMs ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നാറുള്ളത് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതുപോലെ തന്നെ സ്ഫടികം, ദേവാസുരം, ദുബായ്, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. അതിലെ ഈ ശ്രീരാമൻ്റെ ഒരു കഥാപാത്രം വരുമ്പോൾ സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു തീം മ്യൂസിക് ചെയ്യാറുണ്ട്. അതായത് ക്യാരക്ടർ തീം എന്ന് പറയും. ഓരോ കഥാപാത്രത്തിനും ഒരു തീമുണ്ട്. അതിൽ ശ്രീരാമൻ്റെ ക്യാരക്ടർ വരുമ്പോൾ ഉള്ള ഒരു മ്യൂസിക് ഉണ്ട്, ഒരു രക്ഷയില്ലാത്തൊരു ഡ്രംസ്, അത് ഒരു പാറ്റേൺ പുള്ളി അതിൽ ചെയ്തിട്ടുണ്ട്. പഴയ റിതം കമ്പോസർ, അന്നൊന്നും പ്രോഗ്രാമിംഗ് ഇല്ല. അന്നത്തെ കാലത്ത് പുള്ളി ഒരു ഡ്രംസ് പാറ്റേണും അതുപോലെ തന്നെ ഒരു സ്ട്രിങ്സ് പാറ്റേണൊക്കെ ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ദുബായിൽ മമ്മൂട്ടിയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സീനുണ്ട്, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട് ദുബായിൽ. മമ്മൂട്ടിയുടെ ആ ഒരു ഭംഗിയും ഗ്ലാമറും ശരിക്കും കാണിച്ചു തരുന്ന ഒരു ഷോട്ടാണ്. അവിടെ ഒരു റീ റെക്കോർഡിംഗ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ഗിറ്റാർ പാറ്റേൺ ആണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ഫടികത്തിലെ മോഹൻലാലിൻ്റെ തീം ഈയിടെ 4K അറ്റ്മോസിലൊക്കെ അത് ഡിജിറ്റൽ ഡോൾബി റീമിക്സ് ഒക്കെ ചെയ്ത് ഇറക്കിയിരുന്നു പടം. അപ്പോൾ അത് സൂപ്പർബായിട്ട് അതിൻ്റെ റീ റെക്കോർഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. സ്ഫടികത്തിൻ്റെ റീ റെക്കോർഡിങ്, അദ്ദേഹത്തിൻ്റെ തീം മ്യൂസിക്കൊക്കെ സൂപ്പർബായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.